അതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. കുറെ നേരം ഇരുന്നിട്ടേ പെട്ടെന്ന് എണിച്ചപ്പോൾ തല കറങ്ങിയതാ. സാരില്ല. ആ അല്ല, ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അല്ല, കൽപ്പാത്തിയില്ല. കൽപ്പാത്തിന്ന് ഇവിടെ എന്താ? ഞാനിവിടുത്തെ അമൃത സ്കൂളിലെ ടീച്ചറാ. എപ്പോഴും ഇതിലൂടെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് ഇരിക്കണം തോന്നും. അങ്ങനെ വന്നതാ. ആ, ഇവിടുത്തെ ടീച്ചറായിരുന്നു അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചായ ഉണ്ട്. ചായ വേണോ? ഇതുപോലൊരു സ്ഥലത്തുനിന്ന് ചായ കുടിക്കണം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും അതിപ്പോഴാണ് നടന്നത്. ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്. എന്താ? ഒന്നുമില്ല, ആ മരത്തിന് അങ്ങോട്ടുള്ള കൃഷി അത് നമ്മുടെതാണ്. അപ്പോൾ വീട്ടിലാരും ഇല്ല. അപ്പോൾ രാവിലെ ചായയും കുറച്ച് ഭക്ഷണമൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങും. പിന്നെ വൈകുന്നേരം തിരിച്ചു പോകുള്ളൂ. എന്തായാലും നല്ല ചായ കേട്ടോ. അല്ല ടീച്ചറെ, ഇന്നെന്താ സ്കൂളില്ലേ? സത്യത്തിൽ ഞാൻ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടിപ്പോൾ 3 വർഷമായി. വീട്ടിൽ പിന്നെ ആരും ഇല്ലേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടവും ടെൻഷനൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോവാറുണ്ട്. അങ്ങനെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. പക്ഷേ റിട്ടയർഡായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് വയലിലേക്ക് ഇറങ്ങിയതാ. അങ്ങനെ അല്ല, വീട്ടിലാരും ഇല്ല എന്ന് പറയുമ്പോൾ മക്കളും ഭർത്താവൊക്കെ? അല്ല, പെട്ടെന്ന് ആരും ഇല്ല എന്ന് പറഞ്ഞപ്പം ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിയണത്. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ അമ്മാവന്മാരും കൊണ്ടുവന്ന ബന്ധമാണേ. ആ ഒരു സമയത്ത് അവരിനെ എതിർത്ത് ആരും ഒന്നും പറയില്ലല്ലോ, അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അമ്മയും നിർബന്ധിച്ചപ്പം അങ്ങനെ വഴങ്ങിക്കൊടുത്തതാ. പക്ഷേ ബാലായിട്ട് ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ടൗണിലൊരു പ്രസ് നടത്തായിരുന്നു. നല്ല എഡ്യൂക്കേറ്റഡ് ആള്, നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യും. എന്നെക്കാളും 12 വയസ്സിന് മൂത്തതാ. പക്ഷേ എന്നൊരു സുഹൃത്തായിട്ട് എന്നെ കണ്ടിട്ടുള്ളത്. കല്യാണത്തിന് ശേഷം എന്നെ പഠിപ്പിച്ചു. ഞാൻ PGക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് മൂപ്പര് പോയത്. ആ കൂടി 1.5 വർഷം ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ ഒരുമിച്ച്. ആക്സിഡൻ്റ് ആയിരുന്നു. ബാലേട്ടൻ പോകുന്ന സമയത്ത് ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു പോരാട്ടം തന്നെയായിരുന്നു. അല്ല, അപ്പോൾ കുഞ്ഞ്? ദേവിക. ഞാൻ ദേവൂട്ടിന്ന് വിളിക്കും. ആള് നല്ല മിടുക്കിയാട്ടോ. ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടേ എൻ്റെ ആങ്ങളമാർ വേറൊരു കല്യാണത്തിന് കുറേ നിർബന്ധിച്ചതാ. ചെറിയ പ്രായമല്ലേ, ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, എനിക്ക് അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ ആദ്യം ഓടിയെത്തേണ്ടത് അവരല്ലേ. ചിലപ്പോൾ അവർക്കൊരു ബാധ്യതയാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ കെട്ടിച്ചു വിടാൻ നോക്കിയത്. പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ്. എന്തായാലും കല്യാണം ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു തന്നെയാണ്. വേറൊന്നുമല്ല, എൻ്റെ ഒരു പെൺകുട്ടിയാണ്. ആരെങ്കിലും ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചാൽ തന്നെ അത് അവളുടെ സ്വന്തം അച്ഛനല്ലല്ലോ. എന്തൊക്കെയോ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിപ്പോയി.
പിന്നെ ഒറ്റയ്ക്ക് കുറേ ജീവിച്ചപ്പോഴേ ഒരുപാട് അനുഭവിച്ചതാ. ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവരൊന്നും കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയില്ല. പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു. അങ്ങനെ ഞാൻ PG കംപ്ലീറ്റ് ചെയ്തു, സെറ്റ് എഴുതി, നെറ്റ് എഴുതി, ടീച്ചറായി. എൻ്റെ ആ ഒരു അവസ്ഥ എൻ്റെ മോൾക്ക് വരരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അവളെ പഠിപ്പിച്ചൊരു ജോലിയാക്കിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അവളുടെ 28ാമത്തെ വയസ്സിൽ. ഇപ്പം 2 കുട്ടികളുണ്ട്. മോളും ഭർത്താവൊക്കെ അവരൊക്കെ എവിടെയുള്ളത്? മോളുടെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് തന്നെ ഗൾഫിലായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം അവളെ അങ്ങോട്ട് കൊണ്ടുപോയതാ. മൂത്ത കുഞ്ഞിൻ്റെ പ്രസവത്തിന് നാട്ടിൽ തന്നെയായിരുന്നേ. രണ്ടാമത്തേൻ്റെ അവിടെ തന്നെയാണ്. പിന്നെ ആദ്യമൊക്കെ വർഷത്തിലൊരിക്കൽ വന്നിട്ട് ഒരു മാസമൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പം ലാസ്റ്റ് 2 വർഷമായിട്ട് നാട്ടിൽ വന്നിട്ടൊന്നുമില്ല. കുഞ്ഞൊക്കെ ആയതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടേ. മോളുള്ള സമയത്ത് ഞാൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. അങ്ങനെയല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിനനുസരിച്ചുള്ള മറുപടി അപ്പം തന്നെ കൊടുക്കും. പക്ഷെ മോള് കല്യാണം കഴിഞ്ഞ് പോയ ശേഷമേ ആ കൂടി സ്റ്റക്കായി പോയി. ഒറ്റയ്ക്കല്ലേ. ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നിനോടും വലിയ താല്പര്യമില്ല. രാവിലെ 2 ദോശ ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ആയി, അല്ലെങ്കിൽ അതും ഇല്ല. ഒന്നും വേണ്ടാത്ത പോലെ. അയ്യോ സോറി കേട്ടോ. ആദ്യമായിട്ട് കണ്ട ഒരാളുടെ അടുത്ത് ആരെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറയുമെന്ന് എനിക്കറിയില്ല. കുറേ കാലമായിട്ട് എന്നെ കേൾക്കാനും എന്നോട് സംസാരിക്കാനൊന്നും ആരുമില്ല. ആ ഒരിതിൽ പറഞ്ഞു പോയതാ. ഈ ഒരു പ്രായത്തിൽ കൂട്ടിനൊരാളുണ്ടെന്നൊക്കെ പറയണത് അത് വലിയൊരു ഭാഗ്യമല്ലേ. അല്ല, വീട്ടിലാരൊക്കെയാ ഉള്ളത്? എനിക്ക് 4 പെങ്ങന്മാരാണേ. അച്ഛനായിരുന്നു ആദ്യം കൃഷിയൊക്കെ നോക്കി നടത്തിയിരുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു വരുമാന മാർഗം. പക്ഷേ എൻ്റെ 15ാമത്തെ വയസ്സിൽ അച്ഛനങ്ങ് പോയി. അതിനുശേഷം പിന്നെ കുടുംബത്തിന് മൊത്തം ചുമതല എൻ്റെ ഇതിലായിരുന്നു. ഈ 4 പെങ്ങന്മാരെയും കെട്ടിച്ചയക്കുമ്പോഴേക്കും ഞാനൊരു വഴിക്കായി. കുടുംബത്തിൻ്റെ കാര്യം നോക്കണ്ടേ. എൻ്റെ 37ാമത്തെ വയസ്സിലായിരുന്നു ഇളയ പെങ്ങളിൻ്റെ കല്യാണേ. പാവം, ഒരുപാട് വൈകി അതിൻ്റെ. അങ്ങനെ എല്ലാ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോഴേക്കും വലിയൊരു കടക്കാരനായി. ചെറിയൊരു തറവാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റു. എന്നിട്ടും തീർന്നില്ല. പിന്നെ ഓരോരോ പണിക്ക് പോയി, ചെറിയൊരു വാടക വീടെടുത്തു. അതിനിടയ്ക്ക് അമ്മയും പോയി. പിന്നെ ഇങ്ങനെ കുറേ കാലം മുൻപോട്ട് പോയി. അപ്പോഴേക്കും വയസ്സായൊന്നും അറിഞ്ഞില്ല. ഇപ്പോൾ 10-55 വയസ്സുണ്ടേ. നിങ്ങളെപ്പോലെ തന്നെയാണ് വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയാണ്. ആദ്യമൊന്നും കൃഷിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ആരും ഇല്ലല്ലോ, ഒന്നും വേണമെന്നില്ല, കഴിക്കണമെന്നൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങിയതാ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് പണിയാകുമല്ലോ. എന്നാലും ഇത്രയും വർഷത്തിനിടയ്ക്ക് കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അച്ഛൻ പോയ പിന്നെ 15ാമത്തെ വയസ്സിൽ പണിക്ക് ഇറങ്ങിയതാ. ഓരോരോ പണി ചെയ്തു. 20ാമത്തെ വർഷത്തിൽ ഒരു കല്ലേപ്പുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ പണിക്ക് കയറിയതാ. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ വീട്ടിനടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പം എന്നെക്കുറിച്ച് അറിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, സഹതാപം കൊണ്ടോ ആ കുട്ടിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. നല്ലൊരു കുട്ടിയാണ്. എന്നെക്കാൾ 2 വയസ്സ് താഴെയുള്ളൂ. പിന്നെ അങ്ങോട്ട് പണിക്ക് പോകുമ്പോൾ ഭയങ്കര രാവിലെ എണീച്ച് വിളിക്കുക. ഒരു 2-3 വർഷം അങ്ങനെ പോയി. പക്ഷേ ഒന്നും അന്നത്തെ കാലത്തൊന്നും പറയൊന്നുമില്ലായിരുന്നു, ഒരു നോട്ടം മാത്രമായിരുന്നു. ഒരു ദിവസം ആ കുട്ടി എന്നോടൊന്ന് ചോദിച്ചു, അവൾക്ക് കല്യാണം നോക്കുന്നുണ്ട്, വീട്ടിലൊന്ന് ചോദിക്കുമെന്ന്. ആ സമയത്ത് എൻ്റെ മൂത്ത പെങ്ങളുടെ കല്യാണത്തിൻ്റെ തിരക്ക് നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം വേറെ 3 പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ. ഒന്നും പറയാനും ഒന്നും പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ കുടുംബത്തിന് വേണ്ടി അതങ്ങ് വേണ്ട വെച്ചു.
പിന്നെ ഇതുവരെ അങ്ങനത്തെ തോന്നിയിട്ടില്ല. തോന്നാൻ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും സമയമില്ലായിരുന്നു. അന്ന് അങ്ങനെ വേണ്ട പറഞ്ഞതില്ലേ എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ. പക്ഷെ കൂട്ടിനൊരാളുണ്ടെങ്കിൽ എന്ന് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. അത് ശരിയാ. ഇപ്പൊ തന്നെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസം. എന്നാ പോട്ടെ, മഴ നന്നായി കനക്കുന്നുണ്ട്. നാളെ എന്താ പരിപാടി? ഒന്നുമില്ല, വെറുതെ വീട്ടിലിരിക്കന്നെ. പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നോക്കാം. ശരി. അയാൾ ഒരു ദിവസം കണ്ടിട്ട് പിറ്റേ ദിവസം അങ്ങ് വരികയല്ലേ. കുറെ ചായയും കൊണ്ടുവന്നു, അങ്ങ് കുടിച്ചു തീർക്കാൻ. അതെ, ഒമ്പതര ഇതിലൊരു ബസ് ഉണ്ടായിരുന്നേ, അത് പോയപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വരില്ലാന്ന്. ആ ബസ്സിൽ വന്നാണെങ്കിൽ ഇവിടെ ഇറങ്ങായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു, അങ്ങനെ വൈകിയതാ. ഇതിലേ രണ്ടാൾക്കുള്ള ചോറ് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. കുറേ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. ഡൈ അടിച്ചോ? ചെറുതായിട്ട്. ഇന്നലെ പറയാൻ വിട്ടുപോയതാ, ആ വയലിൻ്റെ നടുക്കേ നല്ലൊരു കുളമുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ചാലോ? ഒരൊറ്റ ചെറിയ സൗഹൃദം മതി ഒരുപക്ഷെ വലിയൊരു മൗനത്തെ ഇല്ലാതാക്കാൻ. ആരുമില്ലെന്ന് കരുതുന്നിടത്ത് ഒരു കൈ നീട്ടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം വീണ്ടും മനോഹരമാവും. ഒറ്റപ്പെടലിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരാൻ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.